Hello students, welcome to the session of polar representation of complex numbers. So suppose we have a complex number z is equal to x plus iy. Then you know x and y are real numbers. X and y are real numbers. So this is the representation of a complex number. So x and y are real number ആണെങ്കിൽ z is equal to x plus iy ആണ് complex number എന്ന് പറയുന്നത്. So അങ്ങനെയാണെങ്കിൽ എനിക്ക് z നെ വേണമെങ്കിൽ ordered pair xy ആയിട്ട് കൺസിഡർ ചെയ്യാം. Okay, then I can consider the complex number z equal to x plus iy as an ordered pair xy where x and y are real numbers, where x and y are the same idea, real numbers. Then ordered pairs ഒക്കെ എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് a cross b എന്ന് പറയുന്ന സെറ്റിൽ അല്ലേ, x എയിലും y ബിയിലും ആണെങ്കിൽ ഓർഡേർഡ് പെയർ എക്സ് വൈ ഈസ് എൻ എലമെൻറ്റ് ഓഫ് a cross b എന്നാണ് നമുക്കറിയാവുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും റിയൽ നമ്പറാണ്. അപ്പോൾ എക്സും റിയൽ നമ്പേഴ്സ് ആർ എന്ന് പറയുന്ന സെറ്റിലാണ്, വൈയും റിയൽ നമ്പറാണ്, അപ്പോൾ ആർ എന്ന് പറയുന്ന സെറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ഓർഡേർഡ് പെയർ എക്സ് വൈ ശരിക്കും എവിടെ ഉണ്ടാവുന്നത്? ആർ ക്രോസ് ആർ എന്ന് പറയുന്ന സെറ്റിലായിരിക്കും. റിയൽ നമ്പേഴ്സിൻ്റെ ക്രോസ് പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്, ആർ ക്രോസ് ആർ. ഈ ആർ ക്രോസ് ആറിനെ നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? R2 എന്ന് പറയും, R⁻²2 അഥവാ R2 എന്ന് പറയും. വാട്ട് ഈസ് ദിസ് R2? R2 എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, പ്ലെയിനെയാണ് നമ്മൾ R2 എന്ന് വിളിക്കുന്നത് അല്ലേ. R2 ഈസ് നത്തിങ് ബട്ട് ദിസ് പ്ലെയിൻ, എക്സ് വൈ പ്ലെയിൻ. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. ഈ പ്ലെയിനെയാണ് നമ്മൾ R2 എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർഡേർഡ് പെയർ എക്സ് വൈ എന്ന് പറയുന്ന ഈ എലമെൻറ്റിനെ നമുക്ക് എവിടെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുക? പ്ലെയിനിലാണ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, എലമെൻറ്റ് എക്സ് എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാൻ പ്ലെയിൻ വേണമെന്നില്ല, റിയൽ ആക്സിസ് മാത്രം മതി. റിയൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും സ്ട്രൈറ്റ് ലൈനിലാണ് അല്ലേ. ഇനി രണ്ട് റിയൽ നമ്പർ അറ്റ് എ ടൈം വരുമ്പോൾ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് വേണം, രണ്ട് റിയൽ ലൈൻ വേണം. അതാണ് ഇതൊരു റിയൽ ലൈൻ, ഇതൊരു റിയൽ ലൈൻ. ഓക്കെ, ഇവരുടെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലെയിനിലാണ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് എവിടെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? പ്ലെയിനിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ വെൻ സെഡ് ഈസ് എ പോയിൻറ്റ് ഇൻ വിച്ച് ഹാസ് ദി coordinates x and y, then it can be represented in a plane. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് നമ്പർ z എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു പോയിൻ്റാണ്. അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടിനെയും നമുക്ക് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ആയിട്ട് അസ്യൂം ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ, റെഡി. അപ്പോൾ ശരിക്കും ഇവിടെ എക്സ് മീൻസ് ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആക്സിസ് ആൻഡ് വൈ മീൻസ് ഡിസ്റ്റൻസ് ഫ്രം വൈ ആക്സിസ് അല്ലേ. So actually this distance is called y coordinate and this distance is called x coordinate of corresponding z. Ready? Now you know what is polar system? Polar coordinates അല്ലെങ്കിൽ polar system എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. What is that? Polar system? Polar system is also used for locating points in plane. പ്ലെയിനിലുള്ള പോയിൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് പോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതി ഏതാണ്? എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ച് R2 റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ രീതിയിൽ പറയുന്ന പേരെന്താ? കാർട്ടീഷ്യൻ സിസ്റ്റമാണ്, കാർട്ടീഷ്യൻ സിസ്റ്റം. ആൻഡ് വിച്ച് ഈസ് കോൾഡ് പോളാർ സിസ്റ്റം. പോളാർ സിസ്റ്റത്തിൽ എങ്ങനെയാണ്? ഇൻ പോളാർ സിസ്റ്റം പോയിൻറ്റ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ദി ഓർഡേർഡ് പെയർ ആർ തീറ്റ. In polar system points are represented by the ordered pair r theta. എന്താണ് r, എന്താണ് തീറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we have the initial ray, we have some initial ray. ഇത് initial ray ആണ്. Then any point r theta can be located in polar system such a way that the distance from that origin to that point p is denoted by r. 0 എന്ന് പറയുന്ന ഒറിജിനിൽ നിന്നും ഇവിടെയാണ് ആ പോയിന്റ്, പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 0-ൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണോ ആ പോസിറ്റീവ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ r കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു r denotes the distance from 0 to p in the upward direction. And what is theta? Theta is an angle between the initial ray and the OP, the straight line OP. This angle is called theta. അപ്പോൾ ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ നിന്നും ഒറിജിനിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആറാണെന്നും ആ ഒറിജിനിൽ നിന്ന് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈനും ഇനീഷ്യൽ റേയും തമ്മിലുള്ള ആംഗിളിനെ തീറ്റ എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നു. വിച്ച് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് എ പോയിൻ്റ് ഇൻ ദി പ്ലെയിൻ.
പ്ലെയിനിലുള്ള പോയിൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മറ്റൊരു രീതിയാണ് പോളാർ സിസ്റ്റം. അപ്പോൾ ഈ രണ്ട് സിസ്റ്റമാണ് നമുക്ക് പ്ലെയിനിലുള്ള പോയിൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിനിലുള്ള ഒരു പോയിൻ്റാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സിനെയും നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. ഒന്ന് കാർട്ടീഷ്യൻ രീതിയിലും ഒന്ന് പോളാർ രീതിയിലും. കാർട്ടീഷ്യൻ രീതിയിലുള്ള റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Z is equal to x plus iy where x and y are real numbers എന്ന് എഴുതി കഴിഞ്ഞാൽ വിച്ച് ഈസ് ആക്ച്വലി ദി കാർട്ടീഷ്യൻ റെപ്രസെൻറ്റേഷൻ. ഇനി പോളാർ റെപ്രസെൻറ്റേഷനിലൂടെ എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ചോദിക്കാം. എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കാം? ഇതേ രീതിയിൽ വേണ്ടി വരും അല്ലേ? അപ്പോൾ വി വാണ്ട് തീറ്റ. ഇപ്പോൾ സപ്പോസ് Z ഈസ് എ കോംപ്ലക്സ് നമ്പർ, ലെറ്റ് Z ബി എ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, ദെൻ നമുക്ക് ആർ കോമ തീറ്റ വേണം അല്ലേ റെപ്രസെൻറ്റ് ചെയ്യാൻ. Z ക്യാൻ ബി റിട്ടൺ സം ആർ കോമ തീറ്റ. അതിന് ആദ്യം എന്ത് വേണം? വി വാണ്ട് an initial ray with origin 0. Then suppose Z will be here whose coordinates are r and theta. When its coordinates are r and theta, r denotes corresponding distance from 0 to z, which is called r. Okay, and what is theta? Theta is angle between them. ഓക്കെ, അപ്പോൾ ഏതൊരു കോംപ്ലക്സ് നമ്പർ സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് രണ്ട് നമ്പേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. സ്മോൾ ലെറ്റർ ആർ ആൻഡ് ദ തീറ്റ. ആർ എന്താ ഈ ആർ എന്ന് പറഞ്ഞാൽ ആർ ഈസ് നത്തിങ് ബട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു സെഡ്. ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു സെഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരിക്കും ഇത് എന്താണെന്ന് വെച്ചാൽ OZ എന്ന് പറയുന്ന പൊസിഷൻ വെക്ടറിൻ്റെ നീളം അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെയാണ് നമ്മളോട് ആർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓർ ഐ ക്യാൻ സേ ദറ്റ് ദിസ് ആർ ഈസ് നത്തിങ് ബട്ട് മോഡ് സെറ്റ്. എന്താ മോഡ് സെറ്റ്? വാട്ട് ഈസ് മോഡ് സെറ്റ്? മോഡ് സെറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരുന്നു നമ്മുടെ ഫോർമുല. ആൻഡ് വിച്ച് ഈസ് നത്തിങ് ബട്ട് ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു സെഡ്. ഒറിജിൻ ടു സെഡ്. ഒറിജിനിൽ നിന്നും സെഡിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മോഡ് സെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മോഡ് സെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആർ എന്തായിരിക്കും? ശരിക്കും മോഡ് സെഡ് ആണ്. റൈറ്റ്. തീറ്റ എന്തായിരിക്കും? ഈ മോഡ് സെഡ് എന്ന് പറയുന്ന വെക്ടറും OZ എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈനും ഇനീഷ്യൽ റേയും തമ്മിലുള്ള ആംഗിളിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് തീറ്റ ഈസ് കോൾഡ് ആർഗ്യുമെൻറ്റ് ഓഫ് സെഡ്. Argument of Z. Noted. I will write it as arg set. You know, argument of a complex number is actually not a unique number, because for example, if I consider Z is equal to the coordinates are some 2, pi by 3. Theta angle ആണ്. Angle I chose as pi by 3. Then what is this point? എങ്ങനെ ഈ പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ? നമ്മൾ ഒരു ഇനീഷ്യൽ റേ വരയ്ക്കണം. 0 is the origin, which is the initial ray. Then this is 1 unit and this is 2 unit. We have to choose 2 unit first. Okay, then you measure the angle pi by 3. Pi by 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നിയർലി 60 ഡിഗ്രി ആണ് അല്ലേ? സോ 60 ഡിഗ്രിയിൽ നമ്മൾ ആദ്യം ഒരു ആംഗിൾ വരയ്ക്കുന്നു. സപ്പോസ് ഇറ്റ് ഈസ് 60 ഡിഗ്രി, pi by 3 ഡിഗ്രി. So this will be the straight line. Then you measure 2 unit from the origin. Suppose this is 1 unit and this is 2 unit. Then this point, ഈ ആംഗിളിലും 2 യൂണിറ്റിലും കിടക്കുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ 2, pi by 3 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. Therefore this is our set. This point is our set. ഈ പോയിന്റിൽ സ്ട്രൈറ്റ് ലൈനിൽ കിടക്കുന്ന ഈ 2 യൂണിറ്റിൽ കിടക്കുന്ന ആ പോയിന്റാണ് നമ്മളിവിടെ Z എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് 2, pi by 3. ഇങ്ങനെയാണ് ആംഗിൾ അളന്നിരിക്കുന്നത്. ഇനി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, നൗ ഇനി ഇതേ ആംഗിളിൻ്റെ കൂടെ ഞാനൊരു 2 ആഡ് ചെയ്ത് വിചാരിക്കുക. വെൻ യു ആഡ് pi by 3 plus 2 വാട്ട് വിൽ ഹാപ്പൻ? pi by 3 കൂടെ ഞാനൊരു 2 ആഡ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇത് ഒരു വട്ടം കറങ്ങി വീണ്ടും തിരിച്ച് ഇവിടെ വരിക എന്നാണ് എൻ്റെ അർത്ഥം. സോ ഒരു വട്ടം കറങ്ങി തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും ഇതേ ആംഗിൾ തന്നെയല്ലേ കിട്ടുക? അപ്പോൾ ഈ പോയിന്റിനെ ഐ ക്യാൻ റെപ്രസെൻറ്റ് 2, pi by 3 plus 2. അപ്പോൾ ഈ 2, pi by 3 plus 2 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഇതേ സ്ഥലത്ത് തന്നെയല്ലേ വന്ന് നിൽക്കുക? കാരണം pi by 3 കഴിഞ്ഞ് പിന്നെയും 2 വരുമ്പോൾ വീണ്ടും ഇവിടെ തരും. അപ്പോൾ ഇതേ പോയിന്റിൽ വന്ന് വീണ്ടും 2 യൂണിറ്റ് വരുമ്പോൾ ഇവിടെ തന്നെ നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെയായിരിക്കും വീണ്ടും എത്തുന്നത്. ഇനി ഇതേ ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. 2, pi by 3 plus 4.
4π എന്ന് പറഞ്ഞാൽ എന്താ, 2π എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കറങ്ങി അതേ സ്ഥാനത്ത് വന്ന് നിൽക്കുക. അപ്പോൾ 4π എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആദ്യം π/3 അളക്കുന്നു, ഓക്കെ, ദെൻ 2π ചെയ്യുമ്പോൾ ഇവിടെ വന്നു, വീണ്ടും 2π ചെയ്യുമ്പോൾ വീണ്ടും ഇവിടെ വന്നു. അപ്പോൾ ഈ പോയിന്റിനെ എനിക്ക് എങ്ങനെയും കൂടി റെപ്രസെൻറ്റ് ചെയ്യാം, 2, π/3 + 4π, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാമല്ലോ. അപ്പോൾ ഒരേ പോയിന്റിനെ തന്നെ നമ്മൾ ആംഗിളിൻ്റെ പീരിയോഡിസിറ്റി ഉപയോഗിച്ച് പല രീതികൾ റെപ്രസെൻറ്റേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നു. അതുകൊണ്ട് ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തീറ്റ അല്ലെങ്കിൽ ആ ആംഗിൾ അല്ലെങ്കിൽ ആ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എന്തല്ല, യുണീക്കായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നു. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ എണ്ണമുണ്ട്. അതുകൊണ്ട് ഇത് യുണീക്കായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ പോളാർ റെപ്രസെൻറ്റേഷൻ പറയുമ്പോൾ നമ്മുടെ കോംപ്ലക്സ് നമ്പറിന് ഒന്നിൽ കൂടുതൽ ആർഗ്യുമെൻറ്റുകൾ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ആ ആർഗ്യുമെൻറ്റിനെ നമുക്ക് നിർത്താനായിട്ട് അല്ലെങ്കിൽ യുണീക്കായിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് യുണീക്ക് അല്ലാത്തത്, ഇങ്ങനെയുള്ള റൊട്ടേഷൻസ് അനുവദനീയമാവുന്നത് കൊണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ റൊട്ടേഷൻസ് കൺസിഡർ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം, റൊട്ടേഷൻസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ ആർഗ്യുമെൻ്റ് യുണീക്ക് ആയിരിക്കില്ലേ. റൊട്ടേഷൻസ് കൊടുക്കുന്നില്ല എങ്കിൽ ആ ഒരൊറ്റ ആംഗിൾ മാത്രമല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ വെൻ ദ റൊട്ടേഷൻസ് ആർ ഒമിറ്റഡ് ദെൻ ദ ആംഗിൾ വിൽ ബി യുണീക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2, π/3 എന്ന് പറയുന്നത് ഒരു യുണീക്ക് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. ദെൻ ദിസ് π/3 ഈസ് കോൾഡ് ആക്ച്വലി പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ്. പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് എന്താ പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ, റൊട്ടേഷൻസ് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എടുക്കുന്ന ആംഗിളിനെയാണ് പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. സോ വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ആർഗ് സെഡ്. അപ്പോൾ ഇവിടുത്തെ ക്യാപിറ്റൽ ആർഗ് സെഡ് എത്രയാണ്, π/3 ആണ്. കാരണം റൊട്ടേഷൻസ് ഇങ്ങനെ എടുക്കുന്നില്ല, 2π 4π ഒന്നും പോകുന്നില്ല, റൈറ്റ്. അപ്പോൾ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനീഷ്യൽ റേയും മോഡ് സെഡ് എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസും അല്ലെങ്കിൽ ആ സ്ട്രൈറ്റ് ലൈനും 0 to z എന്ന് പറയുന്ന ആ സ്ട്രൈറ്റ് ലൈനും കൂടി ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. ആ തീറ്റയാണ് അവിടുത്തെ എന്ത്, ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ z = i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ എടുക്കുകയാണ്. നമ്മുടെ ഇമാജിനറി യൂണിറ്റ് ആയ z = i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ i എന്ന് പറഞ്ഞാൽ എന്താ, 0 + 1i എന്നാണ് അർത്ഥം. അപ്പോൾ ഏതാണ് അവിടുത്തെ ഓർഡേർഡ് പെയർ, x, y എന്ന് എഴുതുമ്പോൾ x ഇവിടെ 0, y എവിടെ 1 ആണ്, 0, 1 ആണ്. അപ്പോൾ 0, 1 എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ എങ്ങനെയാണ് പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുക, ഇത് x ആക്സിസും ഇത് y ആക്സിസും ആണെങ്കിൽ ഇത് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും, y ആക്സിസിൽ 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും. അപ്പോൾ പോയിൻ്റ് ഏതാ, ഈ പോയിൻ്റാണ് 0, 1 എന്ന് പറയുന്ന പോയിൻ്റാണ്. ഈ പോയിൻറ്റിനെയാണ് നമ്മൾ i എന്ന് പറഞ്ഞ് വിളിക്കുന്നത്, കോംപ്ലക്സ് നമ്പർ z = i എന്ന് വിളിക്കുന്നതും ഈ 0, 1 എന്ന് പറയുന്ന പോയിൻറ്റിനെയാണ്, y ആക്സിസിൽ 1 യൂണിറ്റിൽ കിടക്കുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ ശരിക്കും i എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന കോംപ്ലക്സ് നമ്പർ ആവുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പോളാർ റെപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കാം. z = i ൻ്റെ പോളാർ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാം. z ഇൻ പോളാർ റെപ്രസെൻറ്റേഷൻ, ഇൻ പോളാർ ഫോർമാറ്റ്, ഇൻ പോളാർ സിസ്റ്റം, any complex number z can be written mod z, actually mod z into mod z എഴുതണ്ട, ആക്ച്വലി വാട്ട് ഈസ് z, z is equal to x plus iy ആണ്. വാട്ട് ഈസ് എക്സ്, നമുക്കറിയാം കാർട്ടീഷ്യൻ സിസ്റ്റവും പോളാർ സിസ്റ്റവും നമ്മളെങ്ങനെ കമ്പയർ ചെയ്യുന്നത്, ദർ ആർ ഇക്വേഷൻസ് ഫോർ കൺവേർട്ടിങ് വൺ സിസ്റ്റം ടു അനദർ, ലൈക്ക് അപ്പോൾ കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ നിന്നും പോളാർ സിസ്റ്റത്തിലേക്ക് ഇക്വേഷൻസിനെ കൺവേർട്ട് ചെയ്യാൻ വി ഹാവ് എ ഫോർമുലാസ്. എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആൻഡ് വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ ആൻഡ് ആർ ഈക്വൽ ടു √(x² + y²). ആൻഡ് √(x² + y² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോഡ് സെഡിൻ്റെ ഫോർമുല കൂടിയാണ്. സോ വി ഹാവ് ദീസ് ഇക്വേഷൻസ്. യൂസിങ് ദീസ് ഇക്വേഷൻസ് ഐ ക്യാൻ റൈറ്റ് z is equal to x can be written r cos theta plus I into y can be written I sin theta. So which is I in r into cos theta plus I sin theta z. That is z is equal to r into, what is cos theta plus I sin theta? Cos theta plus I sin theta actually can be written e raised to I theta. Actually can be written e raised to I theta. E raised to I theta is called cos theta plus sin theta. But in your textbook the representation is z is equal to r into cos theta plus I sin theta. ഇതാണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പോളാർ ഫോർമാറ്റ്, പോളാർ റെപ്രസെൻറ്റേഷൻ. പോളാർ റെപ്രസെൻറ്റേഷൻ where r is equal to, r എന്താണ്, r equal to mod z ആണ്. or I can write z is equal to mod z into cos theta plus I sin theta. Okay, where theta
തീറ്റ ഈക്വൽ ടു ക്യാപിറ്റൽ ആർഗ് സെഡ്. വാട്ട് ഈസ് ക്യാപിറ്റൽ ആർഗ് സെഡ്? പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ്. ഓക്കെ, പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻസ് അല്ലെങ്കിൽ റൊട്ടേഷൻസ് ഒഴിവാക്കിയിട്ടുള്ള ആർഗ്യുമെൻ്റ് ആണ് ക്യാപിറ്റൽ ആർഗ് സെഡ്. ഓക്കെ, സോ വിച്ച് ഈസ് ദി പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് കോംപ്ലെക്സ് നമ്പേഴ്സ്. പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തീറ്റയുടെ വേരിയേഷൻ -π മുതൽ π വരെയാണ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. -π മുതൽ π എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് 0 ഡിഗ്രി. ഇത് 0 ഡിഗ്രിയാണ്. എന്നാൽ ഇത് π/2 ആണ്. ഇത് π ആണ്. ഇത് π ആണ്. അപ്പോൾ -π ഏതായിരിക്കും? ഇത് π ആണെങ്കിൽ -π എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കേട്ടോ വരുന്നത്. ഓക്കെ, അപ്പോൾ -π മുതൽ π വരെ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൽ മാത്രമാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇവിടെ മുതൽ ഇതുവരെയുള്ള ആംഗിൾ മാത്രമേ നമ്മൾ പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സെഡ് ഈക്വൽ ടു ഐ എന്ന് പറയുന്ന കോംപ്ലെക്സ് നമ്പറിൻ്റെ പോളാർ ഫോം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് പോളാർ ഫോം ഓഫ് ദി കോംപ്ലെക്സ് നമ്പർ z is equal to i. This is our question. ഫൈൻഡ് പോളാർ ഫോം ഓഫ് z ഈക്വൽ ടു ഐ. അപ്പോൾ z ഈക്വൽ ടു ഐ എന്ന് പറയുന്നതിൻ്റെ പോളാർ ഫോം എന്താ? മോഡ് z ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പോൾ മോഡ് z നമുക്കറിയണം, തീറ്റ നമുക്കറിയണം, എന്നാലേ നമുക്കിതിൻ്റെ പോളാർ ഫോർമാറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ തീറ്റ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? z ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് z ഈക്വൽ ടു ഐ? z ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 0 + 1i എന്നാണെന്ന് ഞാൻ പറഞ്ഞു. 0 + 1i എന്ന് പറഞ്ഞാൽ ആ പോയിൻ്റ് എവിടെയാണ് കിടക്കുന്നത്? ആ പോയിൻ്റ് നോക്കൂ, 0 + 1i എന്ന് പറഞ്ഞാൽ 0 ഇവിടെ ആയിരിക്കും, i എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ഇവിടെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെയാണ് ആ പോയിൻ്റ് കിടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞതാ. ഇവിടെയാണ് ആ പോയിൻ്റ് കിടക്കുന്നത്. അപ്പോൾ ഇത് ആംഗിൾ എത്രയാണ്? നോക്കൂ, ഇത് 0 ആംഗിളാണ്. ഇത് എത്രയാണ് ആംഗിൾ? 90 ഡിഗ്രി നിൽക്കുന്ന ആംഗിൾ എത്രയാണ്? π/2 ഡിഗ്രിയാണ്. അപ്പോൾ 0,1 എന്ന് പറയുന്ന പോയിൻ്റ് ഏത് ലൈനിലാണ് നിൽക്കുന്നത്? π/2 ലൈനിലാണ് നിൽക്കുന്നത്. സോ തീർച്ചയായിട്ടും അതിൻ്റെ ആർഗ്യുമെൻറ്റ് എത്രയാണ്? ഇതിനെയാണ് നമ്മൾ ആർഗ്യുമെൻ്റ് എന്ന് വിളിക്കുന്നത്. എന്നുവെച്ചാൽ ഇനീഷ്യൽ റേയും ഈ പറയുന്ന പോയിൻ്റ് എവിടെയാണോ നിൽക്കുന്നത് അതിലൂടെ കടന്നു പോകുന്ന സ്ട്രൈറ്റ് ലൈനും തമ്മിലുള്ള ആംഗിളാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ്. അപ്പോൾ 0,1 പറയുന്ന പോയിൻ്റ് y ആക്സിസിലെ 1 യൂണിറ്റ് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഈ പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ y ആക്സിസാണ് അതിലൂടെ കടന്നു പോകുന്ന സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ x ആക്സിസും y ആക്സിസും തമ്മിലുള്ള ഡിഗ്രി എത്രയാണോ അതായിരിക്കും അവിടുത്തെ ആർഗ്യുമെൻറ്റ്. അത് എത്രയാണ്? ഇത് രണ്ടും 90 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്, റൈറ്റ് ആംഗിളിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അവിടുത്തെ ആംഗിൾ 90 ഡിഗ്രിയാണ്, അഥവാ π/2 ആണ്. അപ്പോൾ തീറ്റ, അതായത് ആർഗ്യുമെൻറ്റ് ഓഫ് ദി കോംപ്ലെക്സ് നമ്പർ i ഈസ് ഈക്വൽ ടു എത്രയാണ്? π/2 ആണ്. π/2. ഇനി എന്തോ 90 ഡിഗ്രി എന്ന് എഴുതുന്നത് നമ്മൾ റേഡിയൻ മെഷറാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതിനെ π/2 എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ആർഗ്യുമെൻറ്റ് കിട്ടി. ഇനി എന്ത് വേണം? ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ തീറ്റ നമുക്ക് കിട്ടി. ഇനി നമുക്ക് മോഡ് സെഡും കൂടെ കിട്ടിയാലേ പോളാർ റെപ്രസെൻറ്റേഷൻ എഴുതാൻ പറ്റൂ. വാട്ട് ഈസ് മോഡ് സെഡ്? മോഡ് സെഡ് ഈസ് ഈക്വൽ ടു ബൈ ഫോർമുല x² + y² ആണ്. അപ്പോൾ നിങ്ങളിവിടെ എഴുതുക x എത്രയാണ്? 0, y എത്രയാണ്? 1 ആണ്. സോ ദാറ്റ് മീൻസ് 0² + 1², സോ ദാറ്റ് വി ഗെറ്റ് √1, ദാറ്റ് ഈസ് 1. ഇപ്പോൾ മോഡ് സെഡ് 1 ആണെന്നും കിട്ടി. ദെർഫോർ പോളാർ റെപ്രസെൻറ്റേഷനിൽ എങ്ങനെ എഴുതും? z is equal to mod z into cos theta plus I sin theta. This was our formula. That is equal to mod z is 1, cos theta is π/2, cos π/2 plus I sin π/2 എന്നായിരിക്കും കിട്ടുക. So this is our polar representation of the complex number z equal to I. ഇനി ഒന്നുകൂടി ചെയ്യാം. z is equal to 1 minus √3i. How will you find out the polar format of z equal to 1 minus √3i? When it is 1 minus √3i, what will be x? X means real part of z, okay? Real part of z equal to 1 ആണ്. And y is imaginary part of z, that's equal to minus √3 ആണ്. Okay, so you get x and y. When you get x and y, we can find out mod z. Mod z is equal to √(x² + y²), that is equal to √(1² plus minus √3 the whole square. So it is equal to √1 plus minus square of minus is positive. √3 square will be 3. So 1 plus 3. So that we get √4, that is equal to 2. So mod z is equal to 2. Mod z is a positive number, so we can't take the minus 2. We can only take 2. Okay, 2 will be the only solution for mod z. Right. മോഡ് സെറ്റ് കിട്ടി. ഇനി ആർഗ്യുമെൻറ്റ് വേണ്ടേ നമുക്ക്? ആർഗ്യുമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? സോ ദാറ്റ് ആർഗ്യുമെൻറ്റ് കാണാനായിട്ട് വി ആർ കമ്പയറിങ് പോളാർ ഫോർമാറ്റിൽ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? z is equal to mod z into cos theta plus
I sin theta. This is our polar format, which is equal to, what is mod z? Mod z we have here, it is 2. 2 into cos theta plus I sin theta. Okay. And what is z? Z is given that 1 minus root 3i. Z നമുക്ക് തന്നിട്ട് എത്രയാണ്? 1 minus root 3i. So that we get 1 minus root 3i equal to this one. Okay. That is 1 minus root 3i equal to, we multiplied this 2 cos theta plus I into 2 sin theta. 2 ഉള്ളിലേക്ക് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1 minus root 3i equal to 2 cos theta plus I into 2 sin theta. Okay. So that we get 2 complex numbers are equal. Some z1 equal to z2 എന്നുള്ള ഫോർമാറ്റിലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി എപ്പോഴാണ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആവുന്നത്? We have, they are equal only when the corresponding real part and corresponding imaginary parts are equal. റിയലും ഇമാജിനറിയും ഈക്വൽ ആകുമ്പോഴാണ് രണ്ടുപേരും ഈക്വൽ ആവത്തുള്ളൂ. സോ വിച്ച് ഈസ് ഇംപ്ലൈസ് ഇറ്റ്സ് റിയൽ പാർട്ട് വിൽ ബി 1 അല്ലേ? ഇതിൻ്റെ റിയൽ പാർട്ട് 1 ആണ്. 1 മസ്റ്റ് ബി ഈക്വൽ ടു ഇതിൻ്റെ റിയൽ പാർട്ട് ഏതാ? 2 cos theta. സോ ദാറ്റ് 2 cos theta എന്തായിരിക്കണം? 1 ആയിരിക്കണം. ആൻഡ് minus root 3 equal to 2 sin theta. ബിക്കോസ് ഇതിൻ്റെ ഇമാജിനറി പാർട്ട് മൈനസ് റൂട്ട് 3 ആണ്, ഇവിടുത്തെ ഇമാജിനറി പാർട്ട് 2 sin theta ആണ്. സോ ദാറ്റ് യു ഗെറ്റ് 2 cos theta equal to 1 ആൻഡ് മൈനസ് റൂട്ട് 3 equal to 2 sin theta. സോ വിച്ച് ഇംപ്ലൈസ് ഇവിടെ നിന്ന് നമുക്ക് cos theta എത്രയാണെന്ന് കിട്ടും? 1/2. ഈ 2 ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് sin theta എന്താണെന്ന് കിട്ടും? മൈനസ് റൂട്ട് 3/2 ആണെന്ന് കിട്ടും. സോ cos theta equal to 1/2 ആൻഡ് sin theta equal to മൈനസ് റൂട്ട് 3/2. So we get these two values. അപ്പോൾ cos തീറ്റയുടെ വാല്യൂ 1/2 വരണം, sin തീറ്റയുടെ വാല്യൂ മൈനസ് റൂട്ട് 3/2 വരണം. അപ്പോൾ ഏത് നമ്പേഴ്സിനാണ്, ഏത് ആംഗിളിനാണ് കോസിൻ്റെ വാല്യൂ 1/2 സൈൻ്റെ വാല്യൂ മൈനസ് റൂട്ട് 3/2 കിട്ടുന്നത്? ആലോചിക്കണം. ഇനി വേറൊരു ട്രിക്ക് കൂടെ വേണമെങ്കിൽ പറയാം. സൈൻ പോസിറ്റീവ് ആണ്, കോസ് പോസിറ്റീവ് ആണ്, സൈൻ നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കണ്ടേ? ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ അത് ഏകദേശം എവിടെയാണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സപ്പോസ് ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ദിസ് ഈസ് ദ സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ദിസ് ഈസ് ദ തേർഡ് ക്വാഡ്രൻറ്റ് ആൻഡ് ദിസ് ഈസ് ദ ഫോർത്ത് ക്വാഡ്രൻറ്റ്. ആൻഡ് യു നോ ദ ഫോർമുല ASTC. What is that? All here in this quadrant all the trigonometric functions will positive. In this quadrant sin and its inverse must be positive. ഈ ക്വാഡ്രൻറ്റിൽ ടാനും അതിൻ്റെ ഇൻവേഴ്സും ഈ ക്വാഡ്രൻറ്റിൽ കോസും അതിൻ്റെ ഇൻവേഴ്സും ആണ് പോസിറ്റീവ് ആവുന്നത് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ആംഗിൾ ഏകദേശം എവിടെ വരും എന്നറിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ആർഗ്യുമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സൈൻ നെഗറ്റീവ് ആകണം, കോസ് പോസിറ്റീവ് ആവണം. സൈൻ നെഗറ്റീവ് ഇവിടെ സൈൻ പോസിറ്റീവ്, പിന്നെ ഇവിടെ അല്ല എന്ന് ഉറപ്പാണ്. ഇവിടെയാണെങ്കിലോ സൈൻ എന്താവണം? ഓൾ പോസിറ്റീവ് ആണ് ഇവിടെ. അപ്പോൾ സൈൻ ഇവിടെയും പോസിറ്റീവ് ആണ്, ഇവിടെയും പോസിറ്റീവ് ആണ്. അപ്പോൾ സൈൻ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെയോ വരാനായിട്ടുള്ള ചാൻസേ ഉള്ളൂ. ഒന്നുകിൽ ഈ ക്വാഡ്രൻറ്റിൽ അല്ലെങ്കിൽ ഈ ക്വാഡ്രൻറ്റിലായിരിക്കും. ഇനി സൈനിൻ്റെ കാര്യം നെഗറ്റീവ് ആണെന്നുള്ള കാര്യം തീരുമാനമായി. കോസിൻ്റെ കാര്യമോ? കോസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൈൻ നെഗറ്റീവ് ആയിരിക്കും, പക്ഷെ കോസ് പോസിറ്റീവ് ആവില്ല. അപ്പോൾ നമ്മുടെ പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്? തീർച്ചയായിട്ടും ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ് കിടക്കുന്നത്. കാരണം ഈ ക്വാഡ്രൻറ്റിലാണ് കോസ് പോസിറ്റീവ് ആകുള്ളൂ, സൈൻ നെഗറ്റീവ് ആകുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്? ഇവിടെയാണ് കിടക്കുന്നത്. എവിടെയാണ് കിടക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ആംഗിൾ ഏകദേശം 3π/2 മുതൽ 2π വരെയാണ് എന്ന് പറയാം. അങ്ങനെയല്ല നമ്മൾക്ക് പ്രിൻസിപ്പൽ ആംഗിൾ മാത്രമേ എടുക്കുന്നുള്ളൂ എങ്കിൽ അത് എങ്ങനെ പറയേണ്ടി വരും? അതിൻ്റെ നെഗറ്റീവ് വാല്യൂ എടുത്താൽ മതി അല്ലേ? -π മുതൽ 0 വരെയാണെന്ന് പറയാം. ഓക്കെ. സോ ദാറ്റ് നമുക്ക് കോസ് തീറ്റ ഈക്വൽ ടു 1/2 ആണെന്നറിയാം ആൻഡ് സൈൻ തീറ്റ ഈക്വൽ ടു മൈനസ് റൂട്ട് 3/2 ആണെന്നറിയാം. ഓക്കെ. ദെൻ ഇത് ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് മനസ്സിലായി? ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ് കിടക്കുന്നതെന്നാണെന്ന് മനസ്സിലായി നമുക്ക്, റൈറ്റ്? സോ ദാറ്റ് അപ്പോൾ ഇന്ന് നോക്കാം. സൈൻ ഓഫ് മൈനസ് തീറ്റ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നോക്കിയേ, 0 മുതൽ π/2 വരെ, π/2 മുതൽ π വരെ, π മുതൽ 3π/2 വരെ ആൻഡ് 2π വരെ, ഇങ്ങനെയും പറയും. ഇനി നെഗറ്റീവ് ആംഗിൾ വന്നാൽ നമുക്ക് 0ൻ്റെ താഴെയല്ലേ നെഗറ്റീവ് ആംഗിൾ. അപ്പോൾ ഇതിവിടെ നമുക്ക് മൈനസ് ആയിട്ടുള്ള വാല്യൂസ് ഇവിടെയല്ലേ ഉണ്ടാവുക? അതെ. ഇനി വാട്ട് ഈസ് മൈനസ് സൈൻ തീറ്റ? മൈനസ് സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. ഈ ഫോർമുല നിങ്ങൾക്കറിയാം അല്ലേ? മൈനസ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾസ് ഒക്കെ എവിടെയാണ് വരിക? ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ് വരിക. ഓക്കെ. സോ ദാറ്റ് സൈൻ ഓഫ്
ഇനി സൈനിന് √3/2 ആംഗിൾ വാല്യൂ വരുന്നത് ഏത് ആംഗിളിലാണെന്ന് നമുക്കറിയാം, π/3ക്കാണെന്നറിയാം. വിനോ സൈൻ π/3 ഈക്വൽ ടു √3/2 ആണെന്നറിയാം. അപ്പോൾ ഏകദേശം തീറ്റയുടെ വാല്യൂ π/3യിലേക്കാണ് പോകുന്നത് നമുക്ക് മനസ്സിലാവും. ഇനി അതിൻ്റെ നെഗറ്റീവ് ആംഗിളും കൂടി നമുക്ക് വേണമല്ലേ. അപ്പോൾ നമ്മൾ സൈൻ ഓഫ് -π/3 കണ്ടുപിടിക്കുന്നു. വാട്ട് ഈസ് സൈൻ ഓഫ് മൈനസ് തീറ്റ? ബൈ ഫോർമുല ഇറ്റ് ഈസ് മൈനസ് സൈൻ തീറ്റ ആണെന്നറിയാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ π/3 എത്രയാണ്? √3/2 ആണ്. അപ്പോൾ സൈൻ ഓഫ് -π/3 ആണ് മൈനസ് √3/2 ആകുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി കോസ് ഓഫ് π/3 എത്രയാണ്? കോസ് ഓഫ് -π/3 എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ് അല്ലേ. അപ്പോൾ കോസ് ഓഫ് -π/3 എന്ന് പറഞ്ഞാൽ കോസ് π/3 ആണ്. കോസ് π/3 നമുക്കറിയാം 1/2 ആണ്. π/3യുടെ വാല്യൂ 60 ഡിഗ്രി ആണ് കേട്ടോ. സോ വി ഗെറ്റ് 1/2. അപ്പോൾ നോക്കിയേ, സൈൻ ഓഫ് -π/3 കൊടുത്താൽ -√3/2, കോസ് ഓഫ് -π/3 കൊടുത്താൽ 1/2 നമുക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെയല്ലേ നമ്മുടെ ഈ വാല്യൂസ്. സോ ദാറ്റ് ഹിയർ ഐ ക്യാൻ കൺക്ലൂഡ് ദാറ്റ് തീറ്റ വിൽ ബി ഈക്വൽ ടു -π/3. തീറ്റ എത്രയാണ്? -π/3 ആണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം കോസ് ഓഫ് -π/3 1/2, സൈൻ ഓഫ് -π/3 -√3/2 ആണെന്ന് നമുക്കറിയാം. റൈറ്റ്. So we get theta equal to -π/3. That means what is theta? Arg z. Arg z is equal to -π/3. So argument നമുക്ക് കിട്ടി. Therefore polar form എങ്ങനെ എഴുതാൻ പറ്റും? z is equal to 1 minus √3i can be written as z is equal to mod z into cos theta plus I sin theta. This was our formula. What is mod z? Mod z നമ്മൾ കണ്ടുപിടിച്ചു 2 ആണ് കിട്ടിയത് നമുക്ക്. കോസ് ആംഗിൾ എത്രയാണ്? -π/3. കോസ് -π/3 പ്ലസ് I sin -π/3 ഈക്വൽ ടു z. So which is the polar representation of the complex number 1 minus √3i. Okay.